ക്രൈസ്തവ ശുശ്രൂഷകനായ ആർണോൾഡ് എബ്രഹാം എന്ന ഈ വ്യക്തി കരുണാമയനെ കണ്ടെത്തിയ ഹൃദയസ്പർശിയായ അനുഭവം. നാടകകലയിലും സാഹിത്യത്തിലും തൻ്റേതായ വേറിട്ട ശൈലി സ്വീകരിച്ച അനുഗ്രഹീത കലാകാരൻ. ഈ വേർഡ് ടു വേൾഡ് എന്ന ടെലിവിഷൻ മാധ്യമത്തിലൂടെ നിങ്ങളോട് എൻ്റെ അനുഭവങ്ങളിൽ ചിലത് പങ്കുവയ്ക്കുവാൻ എനിക്ക് ഇടവരുത്തിയ ദൈവത്തെ ഞാൻ നന്ദിയോടുകൂടെ ഓർക്കുകയും ആരാധിക്കുകയും മഹത്വം അവന് കരയറ്റുകയും ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, ഒരു മനുഷ്യൻ്റെ ജീവിതം ഏറ്റവും പ്രാധാന്യമേറിയതാണ് ഈ ഭൂമിയിൽ. ദൈവം ഓരോ മനുഷ്യരെയും സൃഷ്ടിച്ചിരിക്കുന്നതിൻ്റെ പിന്നിൽ ദൈവത്തിന് ചെറുതും വലുതുമായ പദ്ധതികൾ ഉണ്ട്. ആ തരത്തിൽ തിരുവനന്തപുരം പട്ടണത്തിൽ ജനിച്ച എന്നെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന് വ്യക്തമായ ഒരു പദ്ധതി ഉണ്ടായിരുന്നു എന്ന് ഞാൻ തിരിച്ചറിയുവാനായിട്ട് ഇടയായി തീർന്നപ്പോഴാണ് ദൈവവുമായി ഒരു നല്ല ബന്ധത്തിൽ ചുവടുവയ്ക്കുവാൻ ദൈവം എന്നെ സഹായിച്ചത്. എൻ്റെ ദീർഘമായ അനുഭവങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ഇത് പറ്റിയ ഒരു വേദിയല്ല എന്നെനിക്കറിയാം. എങ്കിലും നിങ്ങൾ കേൾവിക്കാരിൽ ചിലരുടെ ഹൃദയങ്ങൾക്കകത്തെങ്കിലും ദൈവപ്രവൃത്തി വെളിപ്പെടുവാനും നിങ്ങളുടെ ജീവിതം ദൈവം ആഗ്രഹിക്കുന്ന തരത്തിൽ രൂപാന്തരപ്പെടുവാനും ഇടയായിത്തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ സാക്ഷ്യത്തിന് ആധാരമായി വിശുദ്ധ വചനത്തിൽ നിന്ന് സങ്കീർത്തന ഭാഗത്തു നിന്ന് ഒരു വചനം നിങ്ങളോട് പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. 118 സങ്കീർത്തനം അതിൻ്റെ 13 വചനമാണ്. ഞാൻ വീഴുവാൻ തക്കവണ്ണം നീ എന്നെ തള്ളി, എങ്കിലും യഹോവ എന്നെ സഹായിച്ചു എന്നാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. വീഴുവാൻ തക്കവണ്ണമെന്നെ തള്ളുന്നവനുണ്ടിവിടെ, തള്ളിത്താഴെ ഇടുവാനൊരുങ്ങി നിൽക്കുന്നവനുണ്ടിവിടെ. പലവട്ടം പല പ്രാവശ്യം തള്ളി എന്നെ നിരന്തരം താഴെ തള്ളിയിട്ടു എന്നത് ഞാൻ അറിയുന്നു. പക്ഷേ ഞാൻ തിരിച്ചറിഞ്ഞു, ഒരുവൻ എൻ്റെ കൂടെയുണ്ടവൻ, എൻ്റെ അരുമനാഥൻ, എൻ്റെ ജീവനാഥൻ. ആരു തള്ളിയിട്ടാലും പിന്നെയും വന്ന് കുഴിയിൽ നിന്ന് കയറ്റി നിർത്തുന്നവൻ, 70 വട്ടം ക്ഷമിക്കുവാൻ പഠിപ്പിച്ചവൻ, നീതിമാൻ 7 പ്രാവശ്യം വീണാലും എഴുന്നേൽപ്പിക്കുന്നവൻ ഉന്നതൻ. വലിയവനായ ദൈവം നിന്നെയും എഴുന്നേൽപ്പിക്കുവാൻ കരുണയുള്ളവൻ, കരുണാനിധി ഈ യേശു. ഇങ്ങനെ ഒരു കരുണാമയനെ എനിക്ക് കണ്ടെത്തുവാൻ ഇടയായി തീർന്നത്, സാധാരണയായി നമ്മൾ പറയുന്നത് പോലെ എൻ്റെ മിടുക്കോ എൻ്റെ വിദ്യാഭ്യാസമോ എൻ്റേതായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളോ കൊണ്ടല്ല എനിക്ക് ഈ ഒരു മഹത്തരമേറിയ ഒരു അനുഭവത്തിലേക്ക് വരുവാനായിട്ട് ഇടയായി തീർന്നത്. നമ്മെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ഞാൻ ജനിക്കുമ്പോൾ തന്നെ ഒരു ഹൃദ്രോഗിയായിട്ടാണ് ജനിച്ചത്. 4-ാമത്തെ വയസ്സിൽ ആ രോഗം മനസ്സിലാക്കുവാനായിട്ടിടയായി. അനേകം ആശുപത്രികളിൽ മാറി മാറി വളരെ വിദഗ്ധരായിട്ടുള്ള കാർഡിയോളജിസ്റ്റുകളുടെ ചികിത്സ ലഭിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ ആർക്കും അതിന് പരിപൂർണമായ ഒരു പരിസമാപ്തിയിലേക്ക് അല്ലെങ്കിൽ സൗഖ്യത്തിലേക്ക് കൊണ്ടെത്തുവാൻ കഴിഞ്ഞില്ല എന്നുള്ളത് അവരുടെ പരാജയമല്ല, അത് ദൈവത്തിൻ്റെ വിജയമാണ്. കാരണം എന്നിൽ അങ്ങനെ ഒരു സാധനം അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഗതി ദൈവം അപ്പോയിൻ്റ് ചെയ്തിരുന്നു എന്നാണ് ഞാൻ ഇന്ന് മനസ്സിലാക്കുന്നത്. അങ്ങനെ ഏറെ ഏകാന്തതകൾ ആശുപത്രികളിൽ വെച്ച് അനുഭവിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. എൻ്റെ അപ്പനും എൻ്റെ അമ്മയും പ്രാർത്ഥനയിലൂടെ എന്നെ വളർത്തുകയും ദൈവത്തിന് വേണ്ടി ഒടുവിൽ എൻ്റെ ഒരു മൂത്ത സഹോദരൻ എന്നെ ഒടുവിലായി ആശുപത്രിയിലേക്ക് തൻ്റെ തോളിൽ കയറ്റിക്കൊണ്ടുപോകുന്ന സമയത്ത് എൻ്റെ 2 കാലുകളും
തറയിൽ ഇഴയുന്ന തരത്തിൽ നീര് വന്ന് വീർത്ത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്തിൽ എൻ്റെ അമ്മ വീട്ടിലിരുന്ന് കരഞ്ഞുകൊണ്ട് ഒരു നേർച്ച ദൈവസന്നിധിയിൽ നേരുവാനായിട്ടിടയായി. ഇവനെ ജീവനോടുകൂടെ തിരിച്ചു കിട്ടിയാൽ അവനെ ദൈവത്തിൻ്റെ വേലയ്ക്കായി ഞാൻ വളർത്താം എന്ന് എൻ്റെ അമ്മ ഒരു നേർച്ച നേർന്നത് ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. എൻ്റെ അമ്മ ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ദൈവം എന്നെ സഹായിച്ചു, ദൈവം എന്നോട് കരുണ കാണിച്ചു, എനിക്ക് അവൻ ആയുസ്സ് നൽകി, എന്നെ അവൻ സൗഖ്യമാക്കി എന്ന് തന്നെ ഞാൻ പറയുന്നു. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ എൻ്റെ വിദ്യാഭ്യാസം ഇടയ്ക്കിടയ്ക്ക് മുറിഞ്ഞതാണെങ്കിലും കോളേജ് വിദ്യാഭ്യാസത്തിലേക്ക് കടന്നു വരുവാനായിട്ടിടയായി. വീട്ടിൽ ഒരു ഓർത്തഡോക്സ് ക്രിസ്ത്യൻ ഫെയ്ത്തിൽ ആയിരുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പുറം ലോകവുമായി ബന്ധപ്പെടുവാൻ ലഭ്യമായ ആ സന്ദർഭത്തെ തക്കത്തിൽ ഉപയോഗിക്കുവാനായിട്ടുള്ള ചില സാഹചര്യങ്ങൾ ഉണ്ടാകുവാനായിട്ടിടയായി. ഞാൻ പ്രീ ഡിഗ്രി വിദ്യാഭ്യാസത്തിന് വേണ്ടി കോളേജിൽ വരുമ്പോൾ എൻ്റെ പിതാവിന് വളരെയധികം പരിചയമുള്ള ഒരു സാറിൻ്റെ വൈഫാണ് എൻ്റെ ക്ലാസ് ടീച്ചർ. അവരാണ് എൻ്റെ ക്ലാസ് ടീച്ചർ എന്ന് മനസ്സിലാക്കി എൻ്റെ അപ്പൻ അവരോട് പോയി എനിക്ക് വേണ്ടി എന്തോ ഒന്ന് രണ്ട് പ്രോത്സാഹന വാക്കുകളോ അല്ലെങ്കിൽ റെക്കമെൻഡേഷൻ ചെയ്യുവാനായിട്ടിടയായി. അത് ആ ടീച്ചറിന് ഇഷ്ടമായില്ല എന്നത് പിന്നത്തേതിലാണ് എനിക്ക് മനസ്സിലായത്. ഒന്നാമത്തെ ദിവസം ഇവർ ക്ലാസ് റൂമിൽ വന്നു, അറ്റൻഡൻസ് എടുക്കുവാനായിട്ട് തുടങ്ങി. അപ്പോൾ എൻ്റെ പേര് അർണോൾഡ് എബ്രഹാം എന്ന പേര് വന്നപ്പോഴത്തേക്കും യു ക്യാൻ ഗോ ഔട്ട് അറ്റ് എനി ടൈം വിത്തൗട്ട് മൈ പെർമിഷൻ, നിനക്ക് എപ്പോഴും വേണമെങ്കിലും എൻ്റെ പെർമിഷൻ ഇല്ലാതെ നിനക്ക് പുറത്തേക്ക് പോകുവാനായിട്ടുള്ള അവസരം ഞാൻ നൽകുന്നു എന്ന് അവർ പറഞ്ഞു. ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ പഠിക്കുവാനായിട്ടാണ് വന്നത്. ഓരോ ദിവസവും ഇവർ അറ്റൻഡൻസ് എടുക്കുന്ന സമയത്ത് അതിനുശേഷം അവരിങ്ങനെ പറയുമായിരുന്നു. അത് കുറേ ദിവസം അങ്ങനെ ആ ഒരു അഡ്വൈസ് കേട്ടപ്പോൾ തീർച്ചയായിട്ടും ക്ലാസ് കട്ട് ചെയ്യുന്ന ഒരു കൂട്ടം ആളുകൾ, ഞാൻ പഠിച്ചിരുന്ന ക്ലാസ്സിൽ 100 പേരുണ്ടായിരുന്നു, 50 പെൺകുട്ടികളും 50 ആൺകുട്ടികളും. അതിലൊരു 7-8 പേര് എല്ലാ ദിവസവും ക്ലാസ് കട്ട് ചെയ്ത് പുറത്ത് പോകുമായിരുന്നു. ഒരു ദിവസം അതിലൊരാൾ എന്നെയും വിളിച്ച്, അർണോൾഡ് നീയും വാ, നമുക്ക് പുറത്ത് പോകാം. അങ്ങനെ കോളേജിന് പുറത്തുള്ള ഒരു തെങ്ങിൻ തോപ്പിൽ 3-4 ചീട്ടുകളി സംഘങ്ങൾ ഉണ്ടായിരുന്നു. ആ ചീട്ടുകളി സംഘങ്ങളിൽ ഒരാളായി ഞാനും ഈ കാഴ്ചക്കാരനായി അവരുടെ ചുറ്റിലും ഇരിക്കുവാനായിട്ടിടയായി. അങ്ങനെ ചീട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ബോറടിക്കുമ്പോൾ ഒരാളിൻ്റെ കയ്യിൽ ഈ ചീട്ടുകൾ കൊടുത്തിട്ട് ഒന്ന് പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് അയാൾ പോയി അത് കാര്യം സാധിച്ചിട്ട് തിരിച്ചു വന്ന് ഈ ചീട്ടുകളെ വാങ്ങി കളിക്കുന്നതാണ് സാധാരണ പതിവ്. അങ്ങനെ പല പ്രാവശ്യം ഈ ചീട്ടുകൾ പകരക്കാരന് വേണ്ടി കയ്യിലേന്തിയ ഞാൻ ഒരു നല്ല ചീട്ടുകളിക്കാരനായി മാറി. ആ ചീട്ടുകളി ഒടുവിൽ കേന്ദ്രീകരിച്ചത് ഒരു ചായക്കടയുടെ ഒരു മുറിക്കകത്താണ്. ആ മുറി എന്ന് പറയുന്നത് ഒരു പൂജാമുറിയാണ്. ആ പൂജാമുറിയുടെ അകത്ത് ആ പൂജാ വിഗ്രഹങ്ങളുടെ പുറകുവശത്ത് ഒരു കന്നാസ് നിറയെ എപ്പോഴും മദ്യമുണ്ടായിരിക്കും, ചാരായം, വാറ്റ് ചാരായം ഉണ്ടായിരിക്കും. ഞങ്ങളൊരു 6 പേര് ഈ റൂമിനകത്തിരുന്ന് ചീട്ടുകളിയും എൻ്റെ കൂടെ വന്നവർ കഞ്ചാവ് വലിക്കുകയും ചെയ്യുമായിരുന്നു, കള്ള് കുടിക്കുകയും ചെയ്യുമായിരുന്നു. ഇത് രണ്ടും ഞാൻ ചെയ്യുമായിരുന്നില്ല. പക്ഷേ ക്രമേണ ഈ കഞ്ചാവും ഈ കള്ളും എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനായിട്ടിടയായി. ഞാൻ പരിപൂർണമായി കഞ്ചാവിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയായി മാറി. കഞ്ചാവില്ലാതെ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയില്ലാത്ത ഒരവസ്ഥ വന്നു. എൻ്റെ വിദ്യാഭ്യാസം, പ്രീ ഡിഗ്രി വിദ്യാഭ്യാസം അതോടുകൂടെ പൂർത്തീകരിക്കുവാനായിട്ടിടയായി. എന്നെ എങ്ങനെ രക്ഷപ്പെടുത്തണം എന്നുള്ള ഒരു വലിയ ചിന്തയോടുകൂടെ എൻ്റെ മാതാപിതാക്കൾ ശക്തമായി പ്രാർത്ഥിക്കുകയും നേർച്ചകൾ നേരുകയും പട്ടക്കാരോടും പാസ്റ്റർമാരോടും സുവിശേഷ വേലക്കാരോടും അല്ലാത്ത ഉള്ള ആളുകളോടും പറയുകയും വേദനപ്പെടുകയും സങ്കടപ്പെടുകയും കരയുകയും ചെയ്തതിൻ്റെ ഫലമായി ചെന്നൈയിലേക്ക് എനിക്ക് ഒരു ട്രാൻസ്ഫർ വരുവാനായിട്ടിടയായി. ചെന്നൈയിലേക്ക് പോകുവാനായിട്ടുള്ളൊരു വഴി എനിക്ക് തുറന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ 10ാം ക്ലാസ് വിദ്യാഭ്യാസം മുതൽ നാടകം എൻ്റെ തലയ്ക്ക് പിടിച്ച ഒരു കാര്യമാണ്. ഞാൻ ഒരു ചെറിയ സാഹിത്യ രോഗം കൂടെ പിടിച്ച ഒരാളാണ്, കുറച്ച് സാഹിത്യ വാസന കൂടെ ഉള്ള ഒരാളാണ്. നാടകം എഴുതുകയും സംവിധാനം ചെയ്യുകയും അഭിനയിക്കുകയും നല്ല നടൻ്റെ സമ്മാനങ്ങളും ഒക്കെ വാങ്ങിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടം എനിക്കുണ്ടായിരുന്നു. അന്ന് അമച്വർ നാടകവേദിയിൽ എൻ്റെ നാട്ടിൽ എവിടെ നാടകമുണ്ടായിരുന്നാലും ഞാൻ ആ നാടകത്തിന് വേണ്ടി പോകുന്നൊരു കാലഘട്ടമായിരുന്നു. അപ്പോൾ വിദ്യാഭ്യാസം പോയി, നാടകവും ജീവിതവുമായി ഇങ്ങനെ പോകുന്ന സമയത്ത് എന്നെ രക്ഷിക്കുവാനായിട്ട് ഇതിനിടയിൽ മദ്യമുണ്ട്, കഞ്ചാവുണ്ട്, ഈ കാര്യങ്ങളെല്ലാം ഉണ്ട്.
രക്ഷിക്കുവാനായിട്ട് എൻ്റെ മാതാപിതാക്കൾ ശ്രമിച്ചപ്പോൾ ചെന്നൈയിൽ ഒരു വൈദിക സെമിനാരിയിൽ ഒരു ചാൻസ് സംഘടിപ്പിച്ച് തരാം എന്ന് എൻ്റെ ഒരു അകന്ന ബന്ധു, ഒരു റവറൻഡ് ഡോക്ടർ സെൽവരാജ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ എൻ്റെ അപ്പന് വാക്കുകൊടുത്തു. അദ്ദേഹത്തിൻ്റെ കഠിനമായ പ്രയത്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് ചെന്നൈയിൽ ഒരു സെമിനാരിയിൽ പഠിക്കുവാനായിട്ട് അവസരം ലഭിച്ചു. യഥാർത്ഥത്തിൽ ഞാൻ ചെന്നൈയിൽ പോയതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശമെന്ന് പറയുന്നത് വചനം പഠിക്കുക എന്നുള്ളത് അല്ലായിരുന്നു. കോടമ്പാക്കം എന്ന് പറയുന്ന അന്നത്തെ സിനിമയുടെ ഈറ്റില്ലമായ കോടമ്പാക്കത്ത് പോകുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉത്സാഹിച്ചത്. ഞാൻ അവിടെ പോയതും അവിടെ പോയിട്ട് എനിക്ക് ഒരു സെമിനാരിയുടെ അന്തരീക്ഷത്തിൽ ജീവിക്കുവാനായിട്ടുള്ള മാനസിക പക്വതയിലുള്ള ഒരാളല്ല അവിടെ പോകുന്നത്. വളരെ കടിച്ചു പിടിച്ച് 2-3 ദിവസം നിന്നു. ഒരു ഫ്രീ ടൈം കിട്ടുമ്പോൾ ഞാനവിടെ ഒരു നെഹ്റു പാർക്കുണ്ട്, ആ നെഹ്റു പാർക്കിലേക്ക് ഞാൻ ഒരൊറ്റ ഓട്ടമാണ്. അവിടെ ചെന്ന് ആ കടയിൽ നിന്ന് ഒരു സിഗരറ്റ് വാങ്ങി, ഒരു തീപ്പെട്ടിയും വാങ്ങി, ഞാൻ ആ നെഹ്റു പാർക്കിൻ്റെ അവിടെ ആ പച്ചിലക്കൂട്ടത്തിനിടയിലിരുന്ന് ഏതെങ്കിലും ഒരു മരക്കൂട്ടത്തിൻ്റെ അകത്ത് ഒളിച്ചിരുന്ന് ഒരു സിഗരറ്റ് ഞാൻ കത്തിച്ച് 3 പ്രാവശ്യം വലിക്കുമ്പോൾ തന്നെ ഞാൻ തലകറങ്ങി. ഒന്നുകിൽ ഒരു ഭയം എൻ്റെ ഹൃദയത്തിനകത്തുണ്ട്, അതുപോലെ ഞാൻ ചെയ്യുന്നതൊരു തെറ്റാണെന്ന് എനിക്കറിയാം. ഇതെല്ലാം കൂടെ പെട്ടെന്ന് വളരെ വേഗത്തിൽ ബ്ലഡ് സർക്കുലേഷൻ കൂടുകയും അത് ലഹരി വളരെ ശക്തമായിട്ട് എന്നെ ബാധിക്കുകയും ചെയ്യുമായിരുന്നു. അതിനുശേഷം ആ ഇലകളൊക്കെ പറിച്ചെടുത്ത് കൈകളൊക്കെ ഒന്ന് തുടച്ച് അത് ചുണ്ടിൽ തുടച്ച് നാറ്റമടിക്കാത്ത തരത്തിൽ ഞാൻ എൻ്റെ സെമിനാരിയിൽ പോകുമായിരുന്നു. അത് കണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ഇരുന്ന ചില ആളുകളുണ്ട്. എന്നെ പിന്തുടരുവാൻ വേണ്ടി ഒരാൾ എന്നെ എൻ്റെ പിന്നിൽ ഒരാളിനെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഒടുവിൽ അദ്ദേഹം എനിക്ക് കമ്പനി തരുവാനായിട്ട് തുടങ്ങി. അദ്ദേഹം അന്ന് ചെന്നൈയിൽ പ്രാസംഗികനായിട്ടുള്ള ഒരു മനുഷ്യനാണ്, സെമിനാരിയിലെ ഒരു ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം എനിക്കൊരു നല്ല കമ്പനി നൽകി. അദ്ദേഹത്തിൻ്റെ കമ്പനി എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ചെറുതായിട്ട് പാട്ട് പാടുമെന്നുള്ള ഒരു കാര്യം അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം അവിടെ ഒരു ഓർക്കസ്ട്ര റെഡിയാക്കാനായിട്ട് ഇടയായിത്തീർന്നു. ഒരു 8-9 പീസ് ഇൻസ്ട്രുമെൻസ് ഉള്ള ഒരു ഓർക്കസ്ട്ര ഇന്നും അവിടെ നിലനിൽപ്പുണ്ട്. അങ്ങനെ ഞാൻ ചെന്നൈയിൽ അറിയപ്പെടുന്ന ഒരു ചെറിയ ഗായകനും ഒക്കെ ആയി മാറുവാനായിട്ടിടയായി. 2 വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നോടൊരു പ്രപ്പോസൽ പറഞ്ഞു. ആ പ്രപ്പോസൽ ഞാൻ എൻ്റെ വീട്ടുകാരോട് പറഞ്ഞു. ആ പ്രപ്പോസൽ എൻ്റെ വീട്ടുകാർ അംഗീകരിക്കാത്തത് കൊണ്ട് അദ്ദേഹത്തോട് സ്നേഹപൂർവ്വം ഞാൻ ആ പ്രപ്പോസലിനെ ഡിസ്പോസ് ചെയ്യുവാനായിട്ടിടയായി. ഞാൻ ചെന്നൈ പട്ടണത്തിൽ കൈവിട്ടവനായി മാറി. യഥാർത്ഥത്തിൽ അപ്പോൾ എനിക്ക് വേണമെങ്കിൽ കോടമ്പാക്കത്തേക്ക് എനിക്ക് പോകാമായിരുന്നു. അന്ന് ഞാൻ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്ന മനുഷ്യനാണ്. 2 വർഷം ഞാൻ സെമിനാരിയിൽ പഠിച്ചപ്പോൾ മിസ് ഷെൽട്ടൺ എന്ന് പറയുന്ന ഒരു മദാമ്മ ബാപ്റ്റിസത്തെക്കുറിച്ച് പറയുകയും രക്ഷയെക്കുറിച്ച് പറയുകയും മാനസാന്തരത്തെക്കുറിച്ച് പറയുകയും നിത്യതയെക്കുറിച്ച് പറയുകയൊക്കെ ചെയ്തപ്പോൾ എൻ്റെ ഹൃദയത്തെ ഞാൻ ദൈവത്തിന് വേണ്ടി അവിടെ വെച്ചാണ് ഞാൻ സമർപ്പിക്കുന്നത്. അതുകൊണ്ട് ചെന്നൈ പട്ടണത്തിൽ പിന്നെ പാപത്തിൻ്റെ വഴികളിലൂടെ പോകുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവൻ്റെ വലിയ കൃപയാൽ എന്നെ അനുവദിച്ചില്ല എന്നുള്ളതാണ് സത്യം. ചില മാസങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഞാൻ തിരുവനന്തപുരത്തേക്ക് മടങ്ങി വരുവാനായിട്ടിടയായി. മടങ്ങി വന്ന് കുറേ കാലം ഞാൻ പ്രാർത്ഥനയും പാട്ടും ഉപവാസവുമായിട്ടൊക്കെ പ്രവർത്തിക്കുവാനായിട്ടൊരു ശ്രമം നടത്തിയെങ്കിലും ആ ശ്രമങ്ങളെല്ലാം പരാജയപ്പെടുകയും ഞാൻ പഴയ വഴിയിലേക്ക് മെല്ലെ മാറിപ്പോകുവാനും ഇടയായിത്തീർന്നു. നാടകത്തിലേക്ക് ഞാൻ കുറേശ്ശെ കടന്നു പോകാനായിട്ടുള്ള ആഗ്രഹമുണ്ടായി, കടന്നു പോയില്ല. പാട്ട് വീണ്ടും ഞാൻ ആരംഭിച്ചു, പക്ഷെ അത് കൃത്യമായിട്ട് നന്നായിട്ട് ചെയ്യുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ആയിരിക്കുമ്പോൾ 1995 എൻ്റെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്ത്, അദ്ദേഹം എന്നെ ഹിന്ദുസ്ഥാൻ ലാറ്റക്സിൽ ഒരു ട്രെയിനി ആയിട്ട് ഒരു ജോലി വാങ്ങി തരുവാനായിട്ടിടയായി. അതെനിക്ക് വലിയ ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നി. ഞാൻ എല്ലാ ദിവസവും ലാറ്റക്സിൽ പോകും. ഹിന്ദുസ്ഥാൻ ലാറ്റക്സിൽ ഞാൻ അവിടെ ചെല്ലുമ്പോൾ എന്നെ ആകർഷിച്ച ഒരു വലിയ കാര്യമെന്ന് പറയുന്നത് അവിടെ ഒരു നല്ല റിക്രിയേഷൻ ക്ലബ്ബ് ഉണ്ട് എന്നുള്ളതാണ്. ആ റിക്രിയേഷൻ ക്ലബ്ബും ലൈബ്രറിയും ഞാൻ വളരെയധികം ഇഷ്ടപ്പെട്ടു. ആ റിക്രിയേഷൻ ക്ലബ്ബിൽ ഒരു വർഷത്തിൽ 3-4 ഡ്രാമ കോമ്പറ്റീഷൻസ്, ഇൻഡസ്ട്രിയൽ ഡ്രാമ കോമ്പറ്റീഷൻസ് കേരളത്തിലുടനീളമുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ മത്സരങ്ങളുണ്ടാകും. ആ മത്സരങ്ങളിലും അല്ലാതെ തന്നെ ഡൊമസ്റ്റിക് മത്സരങ്ങളിലും പിന്നെ പുറത്തുള്ള എൻ്റെ നാടകവും ഫീൽഡുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വന്നപ്പോഴത്തേക്കും ഏറെ ദൈവത്തിൽ നിന്ന് അകന്നു പോകുവാനായിട്ട് ഇടയായിത്തീർന്നു എന്നുള്ള
സങ്കടകരമായ ഒരു സത്യം ഞാൻ മനസ്സിലാക്കുകയാണ്. മനുഷ്യ അപ്പനി പരിസ്ഥിതി കാ ഗുലാം ഹേ എന്ന് ഹിന്ദിയിലൊരു വാക്കുണ്ട്. മനുഷ്യൻ അവൻ്റെ പരിസ്ഥിതിക്ക് അടിമയാണ് എന്നൊരു വാക്ക് ഞാൻ പെട്ടെന്ന് ഓർത്തു പോവുകയാണ്. അങ്ങനെ എൻ്റെ പരിതസ്ഥിതികൾ മാറിയപ്പോൾ, എൻ്റെ സർക്കംസ്റ്റാൻസസ് മാറിയപ്പോൾ അവിടെ എനിക്ക് പിടിച്ചു നിൽക്കുവാനായിട്ടുള്ള ബുദ്ധിമുട്ട് എനിക്കുണ്ടായി. ഞാൻ കുറേശ്ശെ പഴയ ലൈഫിലേക്ക് കടന്നുപോയി. 1995 വന്നപ്പോൾ എനിക്ക് നിർബന്ധമായി എൻ്റെ മനസ്സിനകത്ത് ഒരാഗ്രഹമുണ്ടായി. അത് മറ്റൊന്നുമല്ല, എനിക്ക് മടങ്ങിപ്പോയേ മതിയാകൂ. അന്ന് കള്ളുകൂടി നിർത്തുവാൻ വേണ്ടി മുറുക്കാൻ ചവയ്ക്കാൻ തുടങ്ങി. മുറുക്കാൻ ചവയ്ക്കൽ നിർത്താൻ വേണ്ടി മൂക്കുപ്പൊടി വലി തുടങ്ങി. ഇങ്ങനെ 3 വിധ ലഹരികൾക്ക് അടിമയായി തീർന്ന് ഒരു നാറ്റം വഹിക്കുന്ന മനുഷ്യനായി എൻ്റെ ജീവിതം ശരിയായ ട്രാക്കിൽ നിന്ന് വളരെ വേഗത്തിൽ ഡീവിയേഷൻ സംഭവിക്കുന്നതായിട്ട് എനിക്ക് മനസ്സിലായി. കഴിയുന്നതിൻ്റെ അളവിൽ കഴിയുന്നിടത്തോളം ഞാൻ പ്രാർത്ഥിക്കുവാനും ഞാൻ ആഗ്രഹിക്കുവാനും ഇടയായി തീർന്നപ്പോൾ എൻ്റെ നാട്ടിൽ ഒരു കൺവെൻഷൻ യോഗം നടത്തുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. സാധാരണ കൺവെൻഷൻ യോഗങ്ങളെയൊക്കെ ഞാൻ അവജ്ഞയോടെ തള്ളിക്കളയുന്ന കൂട്ടത്തായിരുന്നു. കാരണം അതിനകത്ത് ഞാൻ ജീവിക്കുന്ന ജീവിത നിലവാരവുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളുമില്ല എന്നതുകൊണ്ട് ഞാനതിന് നിസ്സാരമായി കരുതിയിരുന്നു. എങ്കിലും എൻ്റെ വീട്ടിൻ്റെ പരിസരത്ത് ഒരു മീറ്റിംഗ് നടത്തുന്നത് കൊണ്ട് അവിടെ ഒന്ന് പോകാനായിട്ട് എനിക്ക് ഒരു താല്പര്യം തോന്നി. ആ മീറ്റിങ്ങിൽ പ്രഭാഷണം നടത്തിയ ആ ദൈവദാസൻ, മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം ആ ദൈവദാസനെ എൻ്റെ അമ്മ നല്ലവണ്ണം അറിയാം. ചെറുപ്പക്കാരനായിട്ടുള്ളൊരു ദൈവദാസനാണ്. എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ തോളിൽ കൈവച്ചിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞ ഒരു സെൻറ്റൻസ് എന്ന് പറയുന്നത് അതെൻ്റെ ഹൃദയത്തെ സ്പർശിക്കുവാനായിട്ടിടയായി. നമുക്ക് ഒരുമിച്ച് ഈ വേല ചെയ്യണം. അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞത് ഞാൻ ശ്രദ്ധിച്ചു. അദ്ദേഹം ഒടുവിൽ എന്നോട് പറഞ്ഞത് നമുക്കൊരുമിച്ച് ഈ വേല ചെയ്യണം. അപ്പോൾ വേല ചെയ്യുവാനും പ്രവർത്തിക്കുവാനും അധ്വാനിക്കുവാനും ഓടുവാനും പറയുവാനും അഭിനയിക്കുവാനും പ്രസംഗിക്കുവാനും തുടങ്ങിയ കാര്യങ്ങളെല്ലാം എന്നിൽ ഉള്ളടക്കം ചെയ്യപ്പെട്ടൊരു വ്യക്തി എന്നുള്ള നിലയിൽ അദ്ദേഹം എന്നോട് പറഞ്ഞ ആ ഒരു വാക്ക് എൻ്റെ ഹൃദയത്തെ സ്പർശിക്കുവാനായിട്ട് തീർന്നു. പക്ഷേ നിർഭാഗ്യവശാലോ ഭാഗ്യവശാലോ അദ്ദേഹവുമായിട്ട് പിന്നെ പ്രവർത്തിക്കുവാനായിട്ടുള്ള ഒരു സാഹചര്യങ്ങളും ഉണ്ടായില്ല. എങ്കിലും അതിനോടനുബന്ധിച്ച് അവർ നടത്തുന്ന ഒരു 10 ദിവസത്തെ സെമിനാറിന് പങ്കെടുക്കുവാനായിട്ടിടയായി. ആ 10 ദിവസത്തെ സെമിനാറിൽ ഞാൻ പങ്കെടുക്കുമ്പോൾ ദൈവാത്മാവിൻ്റെ പ്രവർത്തനം, അതായത് ദൈവത്തിന് വേണ്ടി ദൈവം സൃഷ്ടിച്ച, ദൈവം മുൻനിയമിച്ച, ദൈവത്തിൻ്റെ പദ്ധതിയിലുള്ള ഒരു മനുഷ്യനെ ദൈവം എപ്രകാരം രൂപാന്തരപ്പെടുത്തി പക്വതപ്പെടുത്തി പാകപ്പെടുത്തി ഉപയോഗയോഗ്യമാക്കി മാറ്റും എന്നുള്ളതിൻ്റെ ഒരു വലിയ ഉദാഹരണമാണ് ആ 10 ദിവസത്തിൽ വച്ച് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഒരു സ്പർശനം എൻ്റെ ജീവിതത്തിൽ ദൈവം എനിക്ക് നൽകുവാനായിട്ടിടയായി. ഞാൻ ഏറെ നേരം ഒരു ദിവസം പൂർണ്ണമായി ഒരു ദിവസം ദൈവസന്നിധിയിൽ എൻ്റെ പാപങ്ങളെ ഓർത്ത് കരയാനായിട്ട് തുടങ്ങി. ഞാൻ ഓരോരോ പാപങ്ങളെ കർത്താവിൻ്റെ സന്നിധിയിൽ ഉണർത്തും. കർത്താവേ, ഞാൻ ഇന്ന പാപം ചെയ്തിട്ടുണ്ട്, നീ എന്നോട് ക്ഷമിക്കുമോ? ഞാൻ ഇന്ന പാപം നിന്നോട് ചെയ്തിട്ടുണ്ട്, നീ ക്ഷമിക്കുമോ? ഓരോ പ്രാവശ്യം ഞാൻ ഈ ചോദിക്കുമ്പോഴും അവൻ എന്നോട് പറയുന്നത്, മകനെ, നിൻ്റെ പാപങ്ങൾ ഞാൻ ക്ഷമിക്കുന്നു. നിന്നെ എനിക്ക് ആവശ്യമുണ്ട്, നിന്നെക്കൊണ്ട് എനിക്ക് ആവശ്യമുണ്ട്. ഞാൻ നിന്നെ വെറുക്കുന്നില്ല, ലോകം നിന്നെ വെറുക്കുന്നില്ല. ലോകം നിന്നെ വെറുക്കുന്നു എങ്കിലും ഞാൻ നിന്നെ വെറുക്കുന്നില്ല. അപ്പോൾ അതിനേക്കാൾ കുറച്ചുകൂടെ ഡെൻസിറ്റി കൂടിയ ഒരു പാപത്തെക്കുറിച്ച് കർത്താവിനോട് പറഞ്ഞിട്ട് ഞാൻ പറയും, ആ പാപം നീ ക്ഷമിക്കുമോ? ഞാൻ ആരെയും കൊന്നിട്ടില്ല, എങ്കിലും ആ പാപം എന്നോട് ക്ഷമിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ അവൻ എന്നെ മാറോട് ചേർത്ത് പറയുന്നത് പോലെ എനിക്ക് തോന്നും, മക്കളെ, നിൻ്റെ പാപങ്ങളെല്ലാം ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. നോക്ക് എൻ്റെ മുതുകിനെ, നോക്ക് എൻ്റെ തലയെ, ഈ കാണുന്ന മുറിവുകളെല്ലാം നിനക്ക് വേണ്ടി മാത്രമാണ് എന്ന് പറയുകയും അവൻ എന്നെ അവൻ്റെ മാറോട് ചേർത്ത് അണയ്ക്കുകയും സ്നേഹചുംബനങ്ങളാൽ എന്നെ പൊതുകയും ചെയ്തു. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഒരു ദിവസം മുഴുവനും ഞാൻ കരയുകയും എൻ്റെ കർച്ചീഫ് ഞാൻ പിഴിയുന്ന തരത്തിൽ ഒരു ദിവസം കഴിയുകയും ചെയ്തു. 10 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആ കമ്പനിയിലേക്ക് വന്നു. ആളുകൾ അന്തം വിട്ടുപോയി. എങ്ങനെ ഒരു മനുഷ്യൻ, എന്താ നിൻ്റെ മുഖം ഇങ്ങനെ പ്രകാശിച്ചിരിക്കുന്നത്? എന്തുകൊണ്ട് നീ ഇങ്ങനെ ഈ ഒരു നിലവാരത്തിലെത്തി? ഞാനൊന്നും മിണ്ടിയില്ല. കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ആളുകൾ ബീഡി വലിക്കാൻ എന്നെ ക്ഷണിച്ചു, സിഗരറ്റ് ഫ്രീ ആയിട്ട് തരാൻ വിളിച്ചു, കുപ്പികൾ എനിക്ക് വേണ്ടി വാങ്ങിക്കൊണ്ടുവന്നു, നാടക കമ്പനിയിലേക്ക് എന്നെ വിളിച്ചു. ഇവിടെ ഓരോടവും പോകാനായിട്ട് എൻ്റെ ദൈവം എന്നെ അനുവദിച്ചില്ല. ആ ഒരു ഓട്ടത്തിൽ ഞാനിങ്ങനെ ഓടി
കർത്താവിന് വേണ്ടി പൂർണ്ണസമയ വേല ചെയ്യണമെന്ന് എനിക്ക് തോന്നി. 2017 വർഷം എനിക്ക് പൂർണ്ണസമയ കർത്താവിൻ്റെ വേല ചെയ്യണമെന്ന് ആഗ്രഹം തോന്നി. ഞാൻ പലരോടും പറഞ്ഞു. ഇതിനിടയിൽ ഹാർട്ടിന് പല പ്രാവശ്യം പ്രശ്നമുണ്ടായപ്പോൾ ഞാൻ എൻ്റെ 2 മക്കളെയും എൻ്റെ വൈഫിനെയും പിടിച്ചിരുത്തിയിട്ട് കട്ടിൽ കിടന്നുകൊണ്ട് ഞാൻ പറഞ്ഞു, മക്കളെ, പപ്പയ്ക്ക് ഇനി ദൈവം ജീവിതം നൽകുകയാണെങ്കിൽ ഞാൻ ഈ ജോലി രാജിവെച്ചിട്ട് ഞാൻ കർത്താവിൻ്റെ വേല ചെയ്യുമെന്ന് തീരുമാനമെടുത്തു. 3 പേര് സമ്മതിച്ചു. കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഡോക്ടർ ജോർജ് കോശിയെ പോയി കണ്ടു. അദ്ദേഹം പറഞ്ഞു, യു ഹാവ് എ പെർഫെക്റ്റ് ഹാർട്ട്, നിനക്ക് ഒരു കുഴപ്പമില്ല, നിനക്കൊരു നല്ല ഹൃദയമുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ നിർഭാഗ്യവശാൽ എൻ്റെ ആ ഒരു തീരുമാനത്തെ എൻ്റെ ചുറ്റിൽ നിന്നവർ നിരാശപ്പെടുത്തുകയും അത് വേണ്ട, ജോലിയോടൊപ്പം ചെയ്താൽ മതിയെന്ന് പറയുകയും ചെയ്തു. പക്ഷേ എനിക്ക് കർത്താവിൻ്റെ വേല ചെയ്യണം. കാരണം ജനത്തോട് പറയുവാനായിട്ടൊരു ദൂതുണ്ട്. ദൈവം വ്യക്തികളെ രൂപാന്തരപ്പെടുത്തുന്നവനാണ്, വ്യക്തികളുടെ സ്വഭാവത്തിന് വ്യത്യാസം വരുത്തുവാൻ കഴിവുള്ളവനാണ്, പേഴ്സണാലിറ്റിക്ക് വ്യത്യാസം വരുത്തുവാൻ കഴിവുള്ളവനാണ്. മനുഷ്യൻ എവിടെ തോറ്റുപോകുന്നുവോ അവിടെ അവനെ ജയിപ്പിച്ച് നിർത്തുവാൻ കഴിവുള്ളൊരു ദൈവത്തെ ഞാൻ പരിചയപ്പെട്ടതുകൊണ്ട് അത് പറയണമെന്നുള്ള ഉത്കടമായ വാഞ്ചയോടുകൂടി ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ അനേക വേദികളിൽ എൻ്റെ സാക്ഷ്യങ്ങളും പ്രഭാഷണങ്ങളും ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അവിടെ ഞാൻ സ്ഥിരമായി പ്രസംഗിക്കുന്ന ഒരു പ്രസംഗമായിരുന്നു ആത്മാഭിഷേകം എന്ന് പറയുന്ന ഒരു പുസ്തകം. അങ്ങനെ ആ ആത്മാഭിഷേകം പല വേദികളിൽ പ്രസംഗിച്ച ആ പുസ്തകം എനിക്ക് സ്പോണ്ടിലോസിസ് എന്ന് പറഞ്ഞൊരു കുഴപ്പമുണ്ടായിരുന്നു. പിന്നെ എനിക്ക് കഴുത്ത് നിവർത്താനോ കുനിയാനോ ഒന്നും ഒക്കാതെ ഞാൻ ഒരാഴ്ചവട്ടക്കാലം ഞാൻ എൻ്റെ വീട്ടിലിരുന്നു. ആ ഒരാഴ്ച കൊണ്ട് ഞാനൊരു പുസ്തകം എഴുതി. അതാണ് എൻ്റെ 1ാമത്തെ പുസ്തകം, ആത്മാഭിഷേകം എന്ന പുസ്തകം. പലവട്ടം തോൽവികളിൽ ആഴ്ന്നുപോയ ജീവിത നൗകയിലേക്കുള്ള യേശുവിൻ്റെ വരവ് ഈ എഴുത്തുകാരനിൽ ജീവൻ ജ്വലിപ്പിച്ചു. അക്ഷരങ്ങളുടെ മാസ്മരിക ലോകത്തെ ചലിപ്പിച്ച ആത്മീക ഗീതങ്ങൾ പിൽക്കാലത്ത് അനേകർക്ക് അനുഗ്രഹമായി മാറി. ആ പുസ്തകത്തെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആ പുസ്തകത്തെ ഞാൻ രചിച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ എൻ്റെ കമ്പനിയിലേക്ക് പോയി. കമ്പനിയിൽ പോയപ്പോൾ അവിടെ സാധാരണ ഫാക്ടറിയിൽ ഒരു പഞ്ചിങ് കാർഡ് കാണും. പഞ്ചിങ് കാർഡ് എടുത്ത് പഞ്ച് ചെയ്തിട്ടാണ് ഓഫീസിലേക്ക് അല്ലെങ്കിൽ കമ്പനിയിലേക്ക് പോകുന്നത്. അന്ന് ഞാൻ അവിടെ ചെന്ന് നോക്കിയപ്പോൾ ഈ പഞ്ചിങ് കാർഡ് അവിടെ ഇല്ല. ഇത്തരത്തിൽ അനേക പ്രാവശ്യം പഞ്ചിങ് കാർഡുകൾ എൻ്റെ പഞ്ചിങ് കാർഡുകളെടുത്ത് മാറ്റിയിട്ടുണ്ട്. കാരണം അൺഓതറൈസ്ഡായിട്ട് ആബ്സെൻ്റ് ആകും. ഞാൻ എവിടെയെങ്കിലും കൺവെൻഷന് പോകും, അല്ലെങ്കിൽ സാക്ഷി പറയാനായിട്ട് പോകും, അല്ലെങ്കിൽ ഏതെങ്കിലും ഇത്തരത്തിലുള്ള ഇതുമായി ബന്ധപ്പെട്ട സുവിശേഷ യാത്രകൾക്ക് പോകും. തിരിച്ചു വരുമ്പോൾ 6 ദിവസം കഴിഞ്ഞിരുന്നാൽ അവർ എൻ്റെ പഞ്ചിങ് കാർഡ് എടുത്ത് മാറ്റിക്കളയും. മാത്രമല്ല സാലറി ഒരു ഫെബ്രുവരി മാർച്ച് മാസമാകുമ്പോൾ സാലറി കാണുകയില്ല. പിന്നെ എല്ലാം വിത്തൗട്ട് പേ ആണ്. കർത്താവിൻ്റെ വേല ഒരു വശത്ത്, ഈ ദാരിദ്ര്യം മറ്റൊരു വശത്ത്. അങ്ങനെ ഞാൻ തീരുമാനിച്ച്, കർത്താവ്, ഇനി ഞാൻ ഏതെങ്കിലും ഒന്നേ ചെയ്യുന്നുള്ളൂ. ഞാൻ ഈ പുസ്തകം എഴുതി പൂർത്തീകരിച്ചതിന് ശേഷം പ്രിൻ്റ് ചെയ്തില്ല. ഞാൻ കമ്പനി പോയപ്പോൾ എൻ്റെ പഞ്ചിങ് കാർഡ് അവിടെ ഇല്ല. ഞാൻ ഏറെ നേരം അവിടെ നിന്ന് ആലോചിച്ചു. ഒടുവിലത്തെ പ്രാവശ്യം എനിക്ക് പഞ്ചിങ് കാർഡ് തരുമ്പോൾ അതിൻ്റെ ഒഫീഷ്യൽസ് എന്നോട് പറഞ്ഞത്, ഇനി അർണോൾഡ് പഞ്ചിങ് കാർഡിന് വേണ്ടി ഞങ്ങളുടെ അടുത്ത് വരണ്ട. അർണോൾഡിനോട് ഞങ്ങൾക്ക് യാതൊരു വിരോധവുമില്ല, ഞങ്ങളെല്ലാം അർണോൾഡിനെ സ്നേഹിക്കുന്നു. പക്ഷേ ഇനി പഞ്ചിങ് കാർഡ് വേണമെങ്കിൽ MDയെ പോയി കണ്ടാലേ തിരിച്ചു തരാൻ കഴിയുകയുള്ളൂ എന്ന് എന്നോട് സ്നേഹമായി, എന്നെ സ്നേഹിക്കുന്ന, എന്നെ ബഹുമാനിക്കുന്ന, എന്നെ ഇഷ്ടമുള്ള ഓഫീസേഴ്സ് എൻ്റെ നന്മയ്ക്ക് വേണ്ടി പറയുവാനായിട്ടിടയായിത്തീർന്നു. പക്ഷേ ഈ പ്രാവശ്യം ഞാൻ അവിടെ പോയപ്പോൾ കാർഡ് കണ്ടില്ല. ഞാൻ ഒത്തിരി നേരം അവിടെ ആലോചിച്ചു. എനിക്ക് MDയെ കാണണമെങ്കിൽ ഒരുപാട് കടമ്പകൾ കടക്കണം. എനിക്ക് അതൊരു ഒരു ഇഷ്ടക്കേട് പോലെ തോന്നി. അതിൻ്റെ ആവശ്യമുണ്ടോ എന്നെനിക്ക് തോന്നി. ഞാൻ വാളവര കൊണ്ട്, പന്നി തിന്നുന്ന വാളവര കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ വേണ്ടി ശ്രമിച്ച മകനെപ്പോലെ അല്ലേ എന്നെനിക്കൊരു ചിന്തയുണ്ടായി. അന്ന് എനിക്കൊരു ജീപ്പാണ് ഉണ്ടായിരുന്നത്. ഞാൻ നേരെ എൻ്റെ ജീപ്പ് എടുത്തു. ഞാൻ കമ്പനിക്ക് പുറത്തേക്ക് ഇറങ്ങി. ഞാൻ പിന്നെ ഒരു കാലത്തും ആ കമ്പനിയിലേക്ക് ഞാൻ പോകാനായിട്ടിടയായിത്തീർന്നില്ല. ഞാൻ അന്ന് മുതൽ ടെലിവിഷനിൽ പ്രസംഗിക്കുവാനായിട്ട് തുടങ്ങി. ഓരോ എപ്പിസോഡിനും 4500, 5000, 6000 അത് ടൈം സ്ലോട്ട് അനുസരിച്ചാണ് കൊടുക്കുന്നത്. കാശ് പല സ്ഥലത്തു നിന്നും അക്കുമുലേറ്റ് ചെയ്ത് പല സ്ഥലത്തു നിന്നും പണം ഉണ്ടാക്കി ഞാനിങ്ങനെ സുവിശേഷം പറയുമായിരുന്നു. ഒരാഴ്ചയിൽ എന്നെ ഒരു 70-ലധികം ആളുകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗത്തു നിന്ന് വിളിക്കുമായിരുന്നു. അതിൽ പലർക്കും അത്ഭുത രോഗശാന്തികൾ ദൈവം കൊടുത്തത് ഞാൻ ഓർക്കുകയാണ്. പിന്നെ എനിക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത ഒരവസ്ഥയിലെത്തി. അങ്ങനെ വീണ്ടും
വീണ്ടും ഒരു തള്ളൽ, ഞാൻ നേരത്തെ വായിച്ചതുപോലെ പുറകിൽ നിന്നുള്ളൊരു തള്ളൽ, അനേക പ്രാവശ്യം ഇത്തരത്തിലുള്ള ശത്രുവായവൻ എന്നെ തള്ളിയതുപോലെ അവിടെയും എന്നെ തള്ളുവാനായിട്ടിടയായിത്തീർന്നു. എനിക്ക് ജോലിയുമില്ല, സുവിശേഷ വേലയുമില്ലാത്ത ഒരവസ്ഥയിൽ പിന്നെ വിദേശ രാജ്യത്തേക്ക് എനിക്ക് പോകുവാനായിട്ടിടയായിത്തീർന്നു. വിദേശ രാജ്യത്തേക്ക് പോയി അവിടെ വെച്ച് ശത്രു എന്നെ വളരെ തീക്ഷ്ണമായി തള്ളിക്കളഞ്ഞു. എൻ്റെ എല്ലാ കഴിവുകളും, അതായത് മനുഷ്യനിൽ അസൂയ വന്നു കഴിഞ്ഞാൽ പിന്നെ അവന് പിടിച്ചു നിൽക്കുവാൻ കഴിയില്ല. ഒന്നുകിൽ ഉന്മൂലനം ചെയ്തു കളയണം, അല്ലെങ്കിൽ അവനെ അവിടെ നിന്ന് മാറ്റിക്കളയണമെന്നുള്ള നിലവാരത്തിൽ വന്നപ്പോൾ മറ്റൊരു വഴിയുമില്ലാതെ ഞാനൊരു ചതിക്കുഴിയിൽ എന്നെ കൊണ്ട് ചാടിക്കുവാനായിട്ടിടയായിത്തീർന്നു. ആ ചതിക്കുഴിയിൽ ഞാൻ വീണു. അവിടെ വെച്ച് എനിക്ക് രക്ഷപ്പെടുവാൻ കഴിയുമോ എന്നുള്ള ഒരു വലിയ സംശയമുണ്ടായി. പക്ഷേ അത്ഭുതകരമായി ദൈവം എന്നെ അവിടെ നിന്ന് കൊണ്ടുവന്നിട്ട് ഞാൻ കുറേ കാലം മിനിസ്ട്രി ചെയ്യാതെ ഞാൻ മുന്നോട്ട് പോയി. എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാതെ കുറേ കാലം ഞാൻ മുന്നോട്ട് പോയി. ആത്മഹത്യ ചെയ്യുവാനായിട്ട് എനിക്ക് ആഗ്രഹം തോന്നി. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു, നീ ജീവിക്കണം. ഇന്ന് ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. 1915 ഒരു ഓപ്പറേഷൻ എനിക്ക് വേണ്ടി വന്നു. 13 ദിവസം ഞാൻ വെൻറ്റിലേറ്ററിലായിരുന്നു. മരിച്ച് ഞാൻ കിടന്നു. പക്ഷേ അനേകം ആളുകളുടെ പ്രാർത്ഥന കൊണ്ട് ദൈവം എന്നെ വീണ്ടെടുക്കുവാനായിട്ടിടയായി. ഇന്ന് ഞാനൊരു സഭയിലെ ശുശ്രൂഷകനാണ്. മിതിർമല എന്ന് പറയുന്ന CSI സഭയിലെ ഒരു ശുശ്രൂഷകനാണ്. അനേകം പേരോട് സുവിശേഷം പറയുവാൻ ദൈവം എനിക്ക് കൃപ നൽകിയിരിക്കുന്നു. അനേകം താലന്തുകൾ ദൈവം നൽകിയിട്ടുണ്ട്. അനേക പുസ്തകങ്ങൾ എഴുതി പ്രസിദ്ധീകരിക്കുവാൻ ദൈവം കൃപ നൽകി. പാട്ടുകൾ എഴുതുവാനും പാടുവാനും ദൈവം കൃപ നൽകി. അങ്ങനെ വിവിധ നിലകളിൽ ദൈവം എന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ് ദൈവം എന്നെ ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചാൽ, നമ്പർ 1, ഞാൻ ബുദ്ധിയില്ലാത്തവനാണ്. നമ്പർ 2, ഞാൻ വിവേകത്തിൽ കുറവുള്ളവനാണ്. ഞാൻ കുലഹീനനാണ്. ഞാൻ വിദ്യാരഹിതനാണ്. ഞാൻ സാധാരണക്കാരനാണ്. ഒന്നുമില്ലാത്തവനാണ്. അങ്ങനെ ഒന്നുമില്ലാത്തവരെ ദൈവം വേർതിരിച്ച് ബുദ്ധിമാന്മാരെ ലജ്ജിപ്പിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വലിയ ദൈവത്തെയാണ് ഞാനും നിങ്ങൾ സേവിച്ച് നിൽക്കുന്നത്. എല്ലാവിധമായ മംഗളാശംസകളും താങ്കൾക്ക് നേരുകയാണ്. താങ്കളെ ദൈവം വിളിച്ചിരിക്കുകയാണ്. താങ്കൾ വെറുതെ ഈ ലോകത്തിൽ വന്നതല്ല. താങ്കൾ അർത്ഥവത്തായ ഒരു ജീവിതം ചെയ്യുവാൻ വിളിച്ചിരിക്കുകയാണ്. ദൈവം താങ്കളെ സഹായിക്കട്ടെ. ദൈവം താങ്കളെ അനുഗ്രഹിക്കട്ടെ. ഈ നല്ല സമയം എനിക്ക് ലഭിച്ച ദൈവത്തിൻ്റെ കൃപയോർത്ത് ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തട്ടെ. ദൈവം നിങ്ങളെ സമൃദ്ധിയായി സഹായിക്കുമാറാകട്ടെ. ആമേൻ. കാലം എത്രയേറെ കഴിഞ്ഞാലും സമൂഹത്തിൻ്റെ കണ്ണു തുറപ്പിക്കുന്ന അത്യുജ്വല സൃഷ്ടികൾ പലപ്പോഴും മനസ്സാക്ഷിയുടെ ഓർമ്മപ്പെടുത്തലുകളാണ്. ഈ ജീവിത സാക്ഷ്യവും നമ്മെ ആത്മീക ചൈതന്യത്തിലേക്ക് നയിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.